എൻ്റെ അമ്മാവൻ്റെ മകനാണ്. ഞാനും ദിലീപേട്ടൻ്റെ ഒക്കെ ഫാൻസ് അസോസിയേഷൻ വർഷങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി അവരുടെ കൂടെയൊക്കെ നിന്ന ആളാണ്. പക്ഷെ എന്നെ അവൻ അടുപ്പിച്ചില്ല. എന്താണെന്ന് അറിയത്തില്ല. കാരണം ഞാൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇന്നലെ ദിലീപേട്ടനെ കണ്ടോ, ഇന്ന് കണ്ടോ? അവൻ എന്തും കണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ അത് കള്ളാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ദിലീപേട്ടൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അവൻ നടക്കുകയും നമ്മുടെ നാട്ടുകാരും വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് അവൻ ദിലീപേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ ആവുകയും ദിലീപേട്ടനായിട്ടുള്ള ഫോട്ടോയെ കണ്ടപ്പോൾ പിന്നെ അവനോട് അടുക്കാൻ തുടങ്ങി. എന്തെങ്കിലും ചാൻസ് വാങ്ങിച്ച് തരണേന്നൊക്കെ പറയാനും തുടങ്ങി. എന്തായാലും ഒരുപാട് സന്തോഷം ദിലീപേട്ട, ബൈ. ഞാൻ ഏറ്റവും പറയുന്നത് നമ്മളെ നവാഗതനായ ഡയറക്ടർ ബിൻഡോ സനലെ ഷാനിസ് അഭിനയം പഠിപ്പിക്കുന്ന, പിന്നെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഷാനിസ് പഠിപ്പിച്ച ജോണിച്ചന്റെ അഭിനയം. അതെനിക്ക് കാണണം, അതെനിക്ക് കാണണം. എന്നാലും ഞാനും ഇപ്പോൾ ക്രിസ്ത്യൻ ഫാമിലിയിൽ ഒരംഗമാണ്. അപ്പോൾ ക്രിസ്ത്യൻ ആൻഡ് ഫാമിലിയിലെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി വൺ ഹിറ്റ് അവിടെ. കാരണം ഇവിടെയുള്ള എല്ലാവരും 100% ആത്മാർത്ഥതയോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ പോകുമ്പോൾ പച്ചയായ മനുഷ്യൻ, അതായത് പച്ചയായ മനസ്സോടുകൂടി ഒന്നും അവകാശവാദം വിടാതെ ചെന്നിരുന്ന് കാണുക. ഈ പടം ഹിറ്റാവുന്ന 100% ഉറപ്പാണ്. കാരണം ആ ഇരിക്കുന്ന ആ റോയിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും പറയാണ്, ഈ പടം വൻ ഹിറ്റാവട്ടെ. വീണ്ടും ദിലീപേട്ടൻ്റെ കൂടെ വീണ്ടും എനിക്കും അഭിനയിക്കാൻ ചാൻസ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.